ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം സത്യോപനിഷത്ത് 1. സ്വാമി, എല്ലാ ദിവസവും സാധന ചെയ്യേണ്ടത് ആവശ്യമോ? തീർച്ചയായും സാധന എന്നും ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെ. വീട്ടിലെ പാത്രം എന്നും വൃത്തിയാക്കേണ്ടതില്ലേ? അചഞ്ചലമായ വിശ്വാസവും സമ്പൂർണ്ണ ശരണാഗതിയും ലഭിക്കുന്നതുവരെ നിത്യവും സാധന തുടരുക തന്നെ വേണം. വയലിൽ നിത്യവും വെള്ളം വിടുന്നത് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ വയൽ വരണ്ടു പോകും, നെൽച്ചെടികൾ നശിക്കും. പക്ഷേ യൂക്കാലി, ആൽവൃക്ഷം, വേപ്പ് തുടങ്ങിയ വലിയ മരങ്ങൾ നിത്യവും നനയ്ക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ആ വൃക്ഷങ്ങളുടെ വേരുകൾ മണ്ണിൽ വളരെ ആഴത്തിൽ വേരോടി ജലം ശേഖരിക്കാൻ പ്രാപ്തമായി. ചെറിയ ചെടികളുടെ വേരുകളാകട്ടെ ഏതാനും ഇഞ്ച് ആഴത്തിലേ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ജലം നനയ്ക്കണം. ഇതുപോലെ വിശ്വാസത്തിന്റെ വേരുകൾ വളരെ ആഴത്തിൽ ചെല്ലാനായി നിത്യവും നിഷ്ഠയോടുകൂടിയ സാധന അത്യാവശ്യം തന്നെ. സ്വാമി, സാധനയുടെ ഫലം വളരെ താമസിച്ചാണ് ലഭിക്കുന്നത്. പെട്ടെന്ന് ഒരു ഫലവും കിട്ടുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് സ്വാമി? നിങ്ങൾ സാധന എന്നത് ശരിയായി മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ഇതിനർത്ഥം. ഈ ലോകത്തിലെ കാര്യം എടുക്കാം. ചെറുപ്പം മുതലേ നാം പഠിക്കുന്നു. പ്രൈമറി സ്കൂൾ കഴിഞ്ഞാൽ സെക്കൻഡറി സ്കൂളിലേക്കും ക്രമേണ സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ പഠനം മുന്നേറും. 15 വർഷത്തെ കഠിനമായ അധ്യയനത്തിന് ശേഷം ഡിഗ്രി ലഭിക്കുന്നു. ഇത് അനുഭവമല്ലേ? ഇനി ആലോചിക്കൂ, ഒരു ഡിഗ്രി സമ്പാദിക്കാൻ എത്ര സമയം വേണ്ടി വന്നു? 15 വർഷം. അപ്പോൾ പിന്നെ അനശ്വരമായ ഭഗവത് കൃപ ലഭിക്കാൻ നിങ്ങൾ എത്രമാത്രം യത്നിക്കേണ്ടി വരും, കാത്തിരിക്കേണ്ടി വരും? സ്വയം ചിന്തിക്കൂ. സാധനയുടെ ഫലം ഉടൻ ലഭിക്കണമെന്ന് കരുതുന്നത് ബാലിശമാണ്. ഗൃഹത്തിൽ നിസ്സംഗത്വം എങ്ങനെ സാധ്യമാകും? ഞാൻ എൻ്റെ എന്നീ ചിന്തകൾക്ക് അപ്പുറം പോകാൻ എങ്ങനെ സാധിക്കും സ്വാമി? ചെറിയൊരു ഉദാഹരണം പറയാം. ധനികനായ ഒരാൾ, അയാളുടെ ബംഗ്ലാവിന് കാവലായി വലിയൊരു അൽസ്റ്റേഷനും. നായ ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. ഒരുവന് ധനികന്റെ ബംഗ്ലാവിൽ കടക്കാൻ എന്താണ് ഒരു വഴി? 2 വഴികളുണ്ട്. ഒന്ന് നായയെ മെരുക്കുക, അല്ലെങ്കിൽ ധനികന്റെ സഹായത്തോടെ വീട്ടിൽ കയറുക. ഇതുപോലെ തന്നെ സംഘം, ആസക്തി എന്ന പ്രധാന വാതിലൂടെ കടന്നു പോകാൻ നിങ്ങൾ മമത എന്ന നായയെ മെരുക്കണം. ഇതാണ് കർമ്മമാർഗം. മറ്റൊരു വഴി ഈശ്വരനെ, യജമാനനെ ആശ്രയിക്കുക എന്നതാണ്. ഇതാണ് ഭക്തിയുടെ പാത. അതുകൊണ്ട് കർമ്മ ഭക്തി മാർഗങ്ങൾ സംഘവും മമതയും ഒഴിവാക്കാനുള്ള വഴികളാണ്. ധ്യാനിക്കാൻ അറിയില്ല, പക്ഷെ ധ്യാനം ആവശ്യവുമാണല്ലോ. എന്താണ് ചെയ്യേണ്ടത്? ധ്യാനത്തിൽ ഏകാഗ്രത നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ സമയം പാഴാക്കണ്ട. എന്തെങ്കിലും ജോലി ചെയ്യുക. ധ്യാനിക്കാനായി ഇരുന്നിട്ട് ഇതര ചിന്തകളാണെങ്കിൽ സമയം പാഴാക്കൽ തന്നെ. ശരിയായ ധ്യാനത്തിൽ ഞാൻ ധ്യാനിക്കുന്നു എന്നത് തന്നെ ഇല്ലാതാകും. ധ്യാനിക്കുന്നയാൾ, ധ്യാനിക്കുന്ന വിഷയം, ധ്യാനം എന്ന ക്രിയ, ഇത് മൂന്നും ചേർന്ന് ഒന്നാകുന്നു. ഇതാണ് ത്രിപുടിനാശം. ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, നിങ്ങൾ എന്നിൽ നിന്ന് എത്ര അകലെയോ അത്രയും അകലെയാണ് ഞാനും. ഈശ്വരൻ സർവവ്യാപി എന്ന് ബോധ്യപ്പെടുക. എല്ലാവരെയും സ്നേഹിക്കുക, സേവിക്കുക, സ്വാർത്ഥത വെടിയുക. അപ്പോൾ ധ്യാന ഗുണം അനുഭവിക്കാം. നിങ്ങളുടെ യാഥാർത്ഥ്യം ആത്മാവാണെന്ന് അറിയാനും കഴിയും. 2 ടംബ്ലർ, ഒന്നിൽ നിറയെ പാൽ. ഇനി ഈ പാൽ മറ്റേ ടംബ്ലറിൽ ഒഴിക്കണം. എന്തു ചെയ്യണം? ഒരു കൈകൊണ്ട് പാൽ നിറഞ്ഞ ടംബ്ലർ ശ്രദ്ധയോടെ ഉയർത്തി താഴെയുള്ള ടംബ്ലറിൽ മെല്ലെ ഒഴിക്കണം. 2 ടംബ്ലറും അനങ്ങാതെ പിടിച്ചിരിക്കണം. പാലുള്ള ടംബ്ലർ ഇളക്കിക്കൊണ്ടിരുന്നാൽ ഒഴിക്കുന്ന പാൽ തെറിച്ചു പോകും. പാൽ വീഴുന്ന ടംബ്ലർ ഇളക്കിക്കൊണ്ടിരുന്നാൽ പാൽ അതിൽ വീഴില്ല. അതായത് 2 ടംബ്ലറും വേണ്ട വിധം പിടിച്ചിരിക്കണം. പാലുള്ള ടംബ്ലർ ഈശ്വരൻ, അവിടുന്ന് നിങ്ങളുടെ ഭക്തിയാൽ പ്രീതനാകണം. മറ്റേ ടംബ്ലർ ദൃഢവിശ്വാസമുള്ള ഭക്തൻ. ഇങ്ങനെയായാൽ ധ്യാനം സ്വയമേവ സംഭവിക്കും. എല്ലാം ഈശ്വരനായിരിക്കെ ഈശ്വരൻ എന്തിന് മാനവരൂപത്തിൽ അവതരിക്കുന്നു? നാമരൂപങ്ങളെല്ലാം ഭഗവാന്റേതാണ് എന്ന് ഞാൻ പറയുന്നത് വരെ നിങ്ങൾക്കറിയില്ലായിരുന്നു. ദിവ്യ പ്രകൃതത്തെക്കുറിച്ച്, സത്ത് ചിത്ത് ആനന്ദം നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ട്. ഇതാണ് അവതാരത്തിന്റെ ഉദ്ദേശ്യം. പൂക്കളും നൂലും സൂചിയുമുണ്ട്, പക്ഷെ കോർക്കാൻ ഒരാൾ ഉണ്ടെങ്കിലേ പൂമാലയാകൂ. സ്വർണവും മുത്തുക്കളും ഉണ്ടെന്നിരിക്കലും സ്വർണപ്പണിക്കാരനുണ്ടെങ്കിലേ മാലയാകൂ. എണ്ണയും തിരിയും ഉണ്ടെങ്കിലും പ്രകാശം വേണമെങ്കിൽ ദീപം കൊളുത്താൻ ഒരാൾ വേണം. ഭഗവാൻ അവതരിക്കുന്നത് മനുഷ്യകുലത്തിന് ആകമാനം ഒരു മാതൃകയാകുവാനാണ്. യാതൊന്നും വിഭുവിന് ആവശ്യമില്ല. കാരണം ഇവിടെ ഉള്ളതെല്ലാം
അവിടുത്തേത് മാത്രമാണ്. ഭഗവാൻ, എന്റെ മനസ്സ് സ്ഥിരമല്ല. ചഞ്ചലപ്പെടുന്ന മനസ്സുമായി സാധന എന്തിന്? മനസ്സൊരിക്കലും സ്ഥിരമല്ല. അത് മനസ്സിന്റെ സ്വഭാവം. ശരീരം പിന്നെയും സ്ഥിരമായി നിർത്താം. ഓടാനും ചാടാനും ശരീരത്തിന് ക്ലേശവുമായിരിക്കും. മനസ്സിന്റെ അവസ്ഥയാകട്ടെ നേരെ തിരിച്ചും. ശരീരം ജഡം, മനസ്സ് ചൈതന്യവും. നിങ്ങൾക്ക് കിടക്കയിൽ കിടക്കുവാൻ കഴിയും, മനസ്സാകട്ടെ ഉലകം ചുറ്റാൻ പോവും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുക. മനസ്സിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല. അതിന് ശരീരത്തിലൂടെയേ പ്രവർത്തിക്കുവാനാകൂ. ഉലകം ചുറ്റിത്തിരിയുന്ന മനസ്സിനെ ആരും സ്വീകരിക്കുന്നില്ല. അത് ആരോടും സംസാരിക്കുന്നുമില്ല. കുറച്ചു കഴിയുമ്പോൾ മനസ്സ് മടങ്ങി വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ സാധന നിർത്തരുത്. അത് ധ്യാനമായാലും ഭജനയായാലും മനസ്സ് ക്രമേണ അടങ്ങിക്കൊള്ളും. കാറ്റടിക്കുമ്പോൾ ഇലകൾ അണങ്ങി ശബ്ദമുണ്ടാക്കും. കാറ്റ് നിലച്ചാലോ ഇലകൾ നിശ്ചലമാകും. ഇത് തന്നെ മനസ്സിന്റെ അവസ്ഥയും. സ്വാമി, എന്താണ് ബ്രഹ്മം? എന്താണ് ഭ്രമം? പലതിൽ ഒന്നിനെ കാണുന്നത് ബ്രഹ്മം, ഒന്നിൽ പലതിനെ കാണുന്നത് ഭ്രമം. നാമരൂപങ്ങളാൽ ബന്ധിതമായത് ഭ്രമം. ബ്രഹ്മമാകട്ടെ ദേശകാലാതീതം. അത് അനശ്വരം, വിമലം. നൂലുകൊണ്ട് വസ്ത്രമുണ്ടാക്കുന്നു. നൂൽ വസ്ത്രത്തിൽ നിന്ന് വിഭിന്നമെന്ന് തോന്നിപ്പിക്കുന്നു. ഇത് ഭ്രമം. പക്ഷേ വസ്ത്രമുണ്ടാക്കിയിരിക്കുന്നത് ഒരേ പരുത്തി നൂൽ കൊണ്ട് തന്നെ. ഈ സമീപനം ബ്രഹ്മം. അതുകൊണ്ട് ഭ്രമം എന്നാൽ മായ, അനേകത്വം, വിഭിന്നത, അനേക നാമരൂപങ്ങൾ. ബ്രഹ്മമാകട്ടെ ദിവ്യത്വം, ഏകത്വം, അടിസ്ഥാനപരമായ മൂലതത്വം. ബ്രഹ്മം എന്നാൽ ശുദ്ധ ജ്ഞാനം. ഞങ്ങളുടെ ജീവിതോദ്ദേശം എന്തെന്ന് പറയുമോ? നിങ്ങൾ എവിടെ നിന്നും വന്നുവോ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ടത് അത്യാവശ്യം തന്നെ. നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈശ്വരനിൽ നിന്നാണ് വന്നത്. ഈശ്വരനിലേക്ക് മടങ്ങിപ്പോകുക തന്നെ ചെയ്യും. മണ്ണുകൊണ്ട് കുടം ഉണ്ടാക്കാം. ഒരു ദിവസം കുടം താഴെ വീഴാം, ഉടയാം, കഷ്ണങ്ങളായി ചിതറിയ അതിൻ്റെ മുകളിലൂടെ വണ്ടികൾ കയറിയിറങ്ങാം. ആ മൺകുടം അങ്ങനെ വീണ്ടും മണ്ണായി മാറുന്നു. അത് ആദ്യം മണ്ണായിരുന്നു, അതിൻ്റെ അവസാനവും മണ്ണ് തന്നെയായി. അതുപോലെ നിങ്ങൾ വന്നത് ഈശ്വരനിൽ നിന്ന്. ഈശ്വരനിലേക്ക് തന്നെ മടങ്ങുകയും വേണം. ഈ സത്യം സാക്ഷാത്കരിക്കുകയാണ് ജീവിതോദ്ദേശം. ഒരു ഉദാഹരണം, നിങ്ങൾ ആർക്ക് കത്തെഴുതിയാലും 2 വിലാസം വേണം. ഒന്ന് കിട്ടേണ്ടയാളുടെ വിലാസം, മറുപുറത്ത് നിങ്ങളുടെയും. മേൽവിലാസക്കാരന് കത്ത് കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളുടെ സമീപം തന്നെ മടങ്ങി വരും. പക്ഷേ നിങ്ങളുടെ വിലാസമില്ലെങ്കിലോ അത് ഡെഡ് ലെറ്റർ ബോക്സിൽ ചെന്ന് വീഴും. അതുപോലെ തീർച്ചയായും അറിഞ്ഞിരിക്കണം, എവിടെ നിന്നാണ് നിങ്ങൾ വന്നത്, ഇനി എങ്ങോട്ടാണ് ഇവിടെ നിന്നുള്ള യാത്ര. ഈശ്വരനുമായി ലയിക്കുക, സത്യവുമായി ഒന്നാവുക, ഈശ്വരനുമായി സമ്പൂർണ്ണ താതാത്മ്യം. ഇതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ഇക്കാണുന്ന സമസ്തവും ജനന മരണ ചക്രങ്ങളിലൂടെ വീണ്ടും വീണ്ടും കറങ്ങുകയാണ്. മരണശേഷം വീണ്ടും ഗർഭപാത്രത്തിൽ, വീണ്ടും ജനനം. ഇനി ജനിക്കരുത്, വീണ്ടും ഒരിക്കൽ കൂടി ജനിച്ച് ഇനി മരിക്കേണ്ടതില്ല. മുൻകരുതലോടെ പ്രതിരോധ മരുന്ന് കഴിച്ചാൽ വീണ്ടും രോഗിയാകേണ്ടതില്ല. മരണം നിങ്ങളെ അനശ്വരതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. ഒരു ഉദാഹരണം, ഒരു ജയിൽ പുള്ളി ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ട സമയമായി. ജയിലർ പറഞ്ഞു, നിങ്ങളെ സ്വന്തനാക്കുന്നു, സാധനങ്ങളെല്ലാം എടുത്തു പോയിക്കൊള്ളൂ. തടവുപുള്ളി പറഞ്ഞു, എന്തിനാണ് സർ അതെല്ലാം ചുമന്ന് കഷ്ടപ്പെടുന്നത്? ഞാൻ താമസിയാതെ തന്നെ തിരിച്ചു വരും. അതായത് അയാൾ മറ്റെന്തെങ്കിലും കുറ്റകൃത്യം നടത്തി ജയിലിലേക്ക് വന്നേക്കാമെന്ന് ചുരുക്കം. ഒരിക്കലും ഇങ്ങനെയാകരുത്. ഓർമ്മിക്കുക, നിങ്ങൾ ഈശ്വരനിൽ നിന്നുമാണ് വന്നത്. നിങ്ങൾ ഈശ്വരനിലാണ്, ഈശ്വരനിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവനുമാണ്. ഓം തത്സത്.